BJPയുടെ ലിസ്റ്റിൽ താരനിശ, താരപൂരം എന്നൊക്കെ പറഞ്ഞാലും അത്ഭുതമില്ല. ശോഭന തൃപ്പൂണിത്തുറയാണോ, തൃക്കാക്കരയാണോ, നേമത്താണോ, തിരുവനന്തപുരം സെൻട്രലിലാണോ? നേമത്ത് ആൾറെഡി രാജീവ് ചന്ദ്രശേഖരൻ, അതുകൊണ്ട് നേമത്തിനെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യേണ്ട. തിരുവനന്തപുരം സെൻട്രലിൽ ആണോ, തൃക്കാക്കരയാണോ, തൃപ്പൂണിത്തുറയാണോ? ശോഭന മത്സരിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. അതുപോലെ ശ്വേതാ മേനോൻ BJPക്ക് വേണ്ടി, അത് കുറച്ച് ദിവസം കൊണ്ടേ കേൾക്കുന്നൊരു പേരാണ്. ശ്വേതാ മേനോൻ അത് തൃപ്പൂണിത്തുറയായിരിക്കാം, അല്ലെങ്കിൽ എറണാകുളമായിരിക്കാം, അല്ലെങ്കിൽ തൃക്കാക്കര ഉമാ തോമസിനെതിരെ ആയിരിക്കാം, അതുമല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നേമത്ത് പറ്റത്തില്ല, കാരണം ആൾറെഡി ഉണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാനുള്ള സാധ്യത. വട്ടിയൂർക്കാവിലും പറ്റത്തില്ല, വട്ടിയൂർക്കാവിൽ ശ്രീലേഖ IPS വന്നു കഴിഞ്ഞു ഉണ്ട്. അതുപോലെ മേജർ രവി ആൾറെഡി ഒറ്റപ്പാലത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞു. നടൻ കൃഷ്ണകുമാർ തിരുവനന്തപുരം സെൻട്രലാണോ കൊല്ലമാണോ എന്ന് പറഞ്ഞിങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ കൃഷ്ണകുമാറും അതുപോലെ കാട്ടാക്കടയാണോ, അതോ പിന്നെ നെയ്യാറ്റിൻകരയാണോ, പാറശാലയാണോ, എന്തായാലും അരുവിക്കരയാണോ? നിരവധി സ്ഥലങ്ങളിൽ കൃഷ്ണകുമാറിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. കൃഷ്ണകുമാറും ഒരു കാൻഡിഡേറ്റായിട്ട് വരുന്നുണ്ട്. പിന്നെയും സെലിബ്രിറ്റികൾ വിവിധ, പിന്നെ പിഷാരടി സംബന്ധിച്ചിടത്തോളം രമേഷ് പിഷാരടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പാലക്കാട് വരാനുള്ള സാധ്യത വളരെ വലുതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ്റെ ആൾക്കാർ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ BJPക്ക് ശക്തമായ വേരുകളുള്ള സ്ഥലമാണ്. പിന്നെ ഒരു തമാശ പറയുന്നത്, ശോഭാ സുരേന്ദ്രനെ വേറെ ആരും തോൽപ്പിക്കണ്ട, അകത്തുള്ളവർ തന്നെ തോൽപ്പിച്ചോളും എന്നൊരു നല്ല തമാശ പറയുന്നുണ്ട്. പക്ഷേ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്താൽ ശോഭ ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ രമേഷ് പിഷാരടി അവിടെ ചെന്നാൽ പക്ഷേ വളരെ ടൈറ്റ് മത്സരമായിരിക്കും നടക്കുന്നത്. രമേഷ് പിഷാരടിയുടെ പേരുമുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ വ്യത്യസ്ത പാർട്ടികളിൽ, പിന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ പേര് CPI തൃശ്ശൂരിലേക്ക് വച്ചിട്ടുണ്ട്. സുനിൽകുമാറൊക്കെ മത്സരിച്ച CPI വച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സാഹിത്യ സാംസ്കാരിക, ഇനിയും പല ആളുകളും ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, സാഹിത്യ രംഗത്ത് നിൽക്കുന്നവർ, സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവർക്ക് ഇനിയും ധാരാളമായി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് വരുമ്പോൾ BJPയുടെ ലിസ്റ്റ് ഏകദേശം 50 പേരുടെ ലിസ്റ്റ് ആയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. 100 പേരുടെ ലിസ്റ്റാണ് അവർ ആകപ്പാടെ അവിടെ ഉണ്ടാക്കേണ്ടത്. 140 പേര് 2020യും BDJSുമായി മാറും, മറ്റ് ഘടകകക്ഷികളെല്ലാം കൂടി മാറും. പിന്നെ 100 സീറ്റിലാണ് ഇവർ തീരുമാനമെടുക്കേണ്ടത്. 100 സീറ്റിൽ 50ഓളം സീറ്റുകളിൽ ആൾറെഡി തീരുമാനമെടുത്തു എന്നറിയുന്നു. ആ 50 സീറ്റിലാണ് ഞാൻ ഈ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ വരുന്നത്. അതിനകത്ത് വി മുരളീധരൻ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് ശ്രീലേഖ, കാട്ടാക്കടയിൽ പിന്നെ PK കൃഷ്ണദാസ്, രാജീവ് ചന്ദ്രശേഖർ നേമം, ആറന്മുള കുമ്മനം രാജശേഖരൻ, അങ്ങനെ പിന്നെ തിരുവല്ല അനൂപ് ആൻ്റണി, ഇങ്ങനെ തുടങ്ങി ഷോൺ ജോർജ് പാലായിൽ, PC ജോർജ് ചിലപ്പോൾ പൂഞ്ഞാറായിരിക്കും മത്സരിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരുടെ സീറ്റ് വിവരങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ സാബു ജേക്കബ് ചിലപ്പോൾ അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട്, അഖിൽ മാരാർ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ വിവിധ വിഭാഗത്തിലുള്ള ആളുകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ. ഇതിനിടയിലാണ് രാഹുൽ ഈശ്വറിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ പേര് കോൺഗ്രസ്സുകാരുടെ പേരുമായി ചേർത്തുകൊണ്ട് കേൾക്കുന്നു. നേമത്ത് കോൺഗ്രസ്സിന് വേണ്ടി രാഹുൽ ഈശ്വർ മത്സരിക്കണമെന്നൊരു പേര് കേൾക്കുന്നു. പക്ഷേ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് രാഹുൽ ഈശ്വറിൻ്റെ അല്ല, ശബരിനാഥിൻ്റെ പേരാണ് നേമത്ത് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. വൈഷ്ണയുടെ പേര് നേരത്തെ വന്നെങ്കിൽ ഇപ്പോൾ വൈഷ്ണ ഇല്ല. 8ഓളം പേരുകൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കോൺഗ്രസ് ശക്തമായ ഡൽഹിയിൽ അവതരിപ്പിച്ച് അനുവാദം വാങ്ങിയെന്നാണ് കേൾക്കുന്നത്. അതിനകത്ത് കൃത്യമായി ശബരിനാഥാണ് അവിടെ നേമത്ത് മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശിവൻകുട്ടിയും ശബരിനാഥും പിന്നെ രാജീവ് ചന്ദ്രശേഖറുമായിരിക്കും നേമത്ത് സ്ഥാനാർത്ഥികളായിട്ട് വരിക. ഇനി വാമനപുരത്ത് പാലോട് രവിയും പിന്നെ TK മുരളിയും BJPയുടെ നേതാവായിട്ടില്ല, അത് അങ്ങനെയുണ്ട്. അങ്ങനെ ഓരോ മണ്ഡലത്തിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ വിവിധ മണ്ഡലങ്ങളിൽ ഡോക്ടർ SS ലാൽ കോൺഗ്രസിന് വേണ്ടി വർക്കലയിൽ മത്സരിക്കുന്നത് കേൾക്കുന്നു. ശരത്ചന്ദ്ര പ്രസാദ് ആയിരിക്കും മിക്കവാറും മത്സരിക്കുന്നത് എന്ന്, പിന്നെ കഴക്കൂട്ടത്ത് മത്സരിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിൽ ശരത്ചന്ദ്ര പ്രസാദിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. അങ്ങനെ വളരെ VS ശിവകുമാറിൻ്റെ പേര് കേൾക്കുന്നത് അരുവിക്കരയിലാണ്. അതേസമയം തിരുവനന്തപുരം സെൻട്രലിൽ CP ജോണിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. CP ജോൺ CMPക്ക് സീറ്റ് കൊടുത്തുകൊണ്ട് CP ജോൺ മത്സരിക്കുന്ന കഥയും കേൾക്കുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ എന്തായാലും ഒരാഴ്ചക്കകത്ത് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്ത് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പുറത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ 2 ആഴ്ച കൊണ്ട് എല്ലാ തിരഞ്ഞെടുപ്പിൻ്റെ ആരവമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ മെയ് മാസം ആദ്യം തന്നെ പുതിയ ഗവൺമെൻറ് വരണം. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് 3ാമത്തെ ഗവൺമെൻറ് തുടർച്ചയായി വരാനുള്ള ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് അദ്ദേഹം ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ 3ാമത്തെ ഗവൺമെൻറ് വന്നില്ലെങ്കിൽ പിണറായി എന്നുള്ള വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതം ഇതോടുകൂടി അവസാനിക്കും. അദ്ദേഹത്തിന് വേണ്ടി രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ടി വരും. അതേസമയം 3ാം ടേം കൂടി LDF പിടിക്കുകയാണെങ്കിൽ UDFനെ സംബന്ധിച്ചും VD സതീശന് വ്യക്തിപരമായും വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ UDF കാര്യം തമ്മിലടിച്ചോ
പരസ്പരം കാലുവാരിയോ കോൺഗ്രസിനകത്ത് നടക്കുന്ന ആഭ്യന്തര കലാപവും യുദ്ധമൊക്കെ വെച്ചുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിനെ സംബന്ധിച്ചും തുടർച്ചയായി 15 വർഷം തിരഞ്ഞെടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ അധികാര സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിനെയും കേരള കോൺഗ്രസിനെയും ലീഗിനെയും സംബന്ധിച്ച് വലിയൊരു അടിയാണ്. അതുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ എങ്കിലും രാഷ്ട്രീയമാണ്, അവിടെ എന്ത് പറയാം. അത് പിന്നെ സർക്കസുകളുടെ ഒരു കലയാണ് രാഷ്ട്രീയം. LDF മൂന്നാമതും ശക്തമായി തിരിച്ചു വരുമെന്നാണ് റിപ്പോർട്ടർ ചാനൽ പറയുന്നത്. ശരാശരി 2 കൂട്ടർക്കും സാധ്യതയുണ്ടെങ്കിലും UDF ഒരു അപ്പർ എഡ്ജ് ഉണ്ടെന്നാണ് മാതൃഭൂമി പറയുന്നത്. സമ്പൂർണ്ണമായ ആധിപത്യം UDF ഉണ്ടെന്നാണ് മനോരമ പറയുന്നത്. അപ്പോൾ പലരും പല രൂപത്തിലാണ്. പിന്നെ സ്വതന്ത്രമായ ഒരുപാട് ഏജൻസികളും പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും പറയുന്നത് UDF വരുമെന്നാണ്. അപ്പോൾ ഈ UDFനെ ചെറുക്കുന്നതിന് വേണ്ടി LDF താരനിശകൾ നടത്തുകയാണ്. താരങ്ങളെ, ഈ സിനിമാ താരങ്ങളെ ഇറക്കുന്ന ഒരു കഥ വരുന്നു. ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്നറിയില്ല. എന്തായാലും ശോഭനയെയും ശ്വേതാമേനോനും മേജർ രവിയും അടക്കമുള്ള സിനിമാ താരങ്ങളും സിനിമാ സംവിധായകനും നിർമ്മാതാവും അഭിനേതാവും ഒക്കെയാണ് ഈ മേജർ രവി. സിനിമാ താരങ്ങൾ, സെലിബ്രിറ്റികൾ ഇറങ്ങുന്നു എന്നുള്ളത് വലിയൊരു വാർത്തയായി തന്നെ കാണുന്നു. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് മറ്റേത് തെരഞ്ഞെടുപ്പിനേക്കാളും വലിയ തോതിൽ പ്രമുഖരെ കൊണ്ട് നിറയാൻ സാധ്യതയുണ്ട്. ഇടതുപക്ഷത്തിലും അവർ സ്വതന്ത്രരായി ചില താരങ്ങളെ ഇറക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ്സിലും രമേഷ് പിഷാരടി വരാൻ, പലരും ഇതുപോലെ കോൺഗ്രസ്സിലും സ്ഥാനാർത്ഥിയാകാനുള്ള അപ്രതീക്ഷിതമായ വിസ്മയങ്ങൾ കോൺഗ്രസ്സിനകത്തും നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.